ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2193. ഇന്ന് ജനുവരി മാസം 1-ാം തീയതി. ഇന്ന് പുതുവർഷ ദിനമാണ്. പുതുവർഷ പുലരിയിലേക്ക് നാം ഓരോരുത്തരും ആയുസ്സോടുകൂടി, പരിമിതികളുണ്ടെങ്കിലും ആരോഗ്യത്തോടുകൂടി എത്തിയല്ലോ. സത്യത്തിൽ ഇത് കൃതജ്ഞതയുടെയും ആത്മസമർപ്പണത്തിന്റെയും സന്ദർഭമാണ്. ഒരു വർഷം പിന്നിട്ട് മറ്റൊന്നിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്തു. തിരിഞ്ഞു നോക്കുമ്പോൾ സമ്മിശ്ര വികാരങ്ങളായിരിക്കും ഉള്ളിൽ ഉയരുന്നത്. ലഭിച്ച അനുഗ്രഹങ്ങൾ, ദൈവിക ഇടപെടലുകൾ, നടത്തിപ്പുകൾ എത്ര അനവധിയാണ്. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ അനുഭവങ്ങളിലും എല്ലാം കൃതജ്ഞത എന്തുമാത്രം ആവശ്യമാണ്. എന്നാൽ അതോടൊപ്പം പരാജയങ്ങളെപ്പറ്റിയും സംഭവിച്ച വൈകല്യങ്ങളെക്കുറിച്ചും പെട്ടുപോയ വീഴ്ചകളെക്കുറിച്ചും ഒരു തിരിച്ചറിവും വേണ്ടി. അവ പശ്ചാത്താപത്തിലേക്ക് നയിക്കണ്ടേ? അവിടെ നിന്ന് വേണ്ടേ പുതിയ തീരുമാനങ്ങൾ എടുക്കണ്ടേ? അതിനൊക്കെയുള്ളൊരു ഊർജവും പ്രത്യാശയും അവസരവും ഇടവും തരുന്ന ഒരു അനുഭവം തന്നെയാണ് പുതുവർഷം. നീതിമാനായ ഇയ്യോബിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ഇയ്യോബിനെ എല്ലാവർക്കും അറിയാം. ഇയ്യോബിനെ കാര്യമായിട്ട് ഒന്ന് വായിച്ച് തുടങ്ങേണ്ടതാണ്, വായിച്ച് തീർക്കേണ്ട കേട്ടോ. അതിങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. യേശുവിന്റെ നിഴൽ എന്തുമാത്രം വീണിട്ടുള്ള ഒരാളാണ് ഇയ്യോബ്. ഇയ്യോബിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ അങ്ങനെയൊരു സൂചന കിടപ്പുണ്ട്. എന്റെ ദിനങ്ങൾ നെയ്ത്തുകാരന്റെ ഓടത്തേക്കാൾ വേഗത്തിൽ കടന്നുപോകുന്നു. പ്രത്യാശയില്ലാതെ അത് അസ്തമിക്കുന്നു. എന്റെ ജീവൻ ഒരു ശ്വാസം മാത്രമാണെന്ന് അനുസ്മരിപ്പിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നെയ്ത്തുകാരന്റെ ഓടത്തേക്കാളാണ് എൻ്റെ ജീവിതത്തിലെ ദിവസങ്ങൾ വേഗത്തിൽ കടന്നു പോകുന്നത്. ഒന്നും പ്രത്യാശയില്ലാതെയാണ് തീരുന്നത്. എൻ്റെ ജീവൻ എന്ന് പറയുന്നത് ഒരു ശ്വാസം മാത്രമാണെന്ന് എന്നെ ഓർപ്പിക്കണമെന്ന് പറയുക. നമ്മുടെ ജീവിതം നമ്മൾ തന്നെ നെയ്തെടുക്കേണ്ടതാണ്. കുറച്ചുകൂടി അതിനകത്ത് നമ്മൾ സൂക്ഷ്മതയും ജാഗ്രതയും നിലനിർത്തണ്ടേ? ഒരു നെയ്ത്തുകാരനെ ശ്രദ്ധിച്ചാൽ അറിയാം, നെയ്യുന്ന വസ്ത്രത്തെ പറ്റി വ്യക്തമായ രൂപം അയാളുടെ മനസ്സിലുണ്ട്. നീളം, വീതി, നിറം, അതെങ്ങനെ പൂർത്തീകരിക്കണം, അതിനനുസരിച്ചാണ് നെയ്ത്തിന്റെ തറി ക്രമീകരിക്കുന്നത്. ദൈവിക പദ്ധതി എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റണം. അത് നിറവേറ്റുവാൻ തക്കവണ്ണമാകണം നമ്മുടെ ഓരോ ദിവസത്തെയും പ്രവൃത്തികൾ. ചുരുക്കത്തിൽ ഒരു ലക്ഷ്യബോധം ഏറ്റവും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ജീവിതം നിയന്ത്രിച്ച് നയിക്കാനായിട്ട് ഏതൊരാൾക്കും സാധിക്കുകയുള്ളൂ. സൂക്ഷ്മതയും ജാഗ്രതയുമാണ് നമ്മെ ഭരിക്കേണ്ട ചേതോവികാരം. ദൈവം അരുളി ചെയ്യുന്നില്ലേ, നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല പദ്ധതി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. നാശത്തിനായിട്ടല്ല, തിന്മയ്ക്കായിട്ടുള്ളതല്ല, ക്ഷേമത്തിനു വേണ്ടി, നിങ്ങൾക്കൊരു ശുഭഭാവിയും പ്രത്യാശയും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. അത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിലാണ്. ഈ ദൈവിക പദ്ധതി നിറവേറ്റാനായിട്ട് ജാഗ്രതയും തീഷ്ണതയും ആവശ്യമാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ, തുണി നെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും വൈകല്യം സംഭവിച്ചാൽ ആ തുണിയെ നമ്മൾ സെക്കൻഡ്സ്, 2-ാം തരം എന്ന താണ നിലവാരത്തിലേക്ക് തള്ളപ്പെടുന്നില്ല. അത്തരം വസ്ത്രങ്ങൾ പിന്നെ വില കുറച്ച് മാത്രമേ വിൽക്കപ്പെടുന്നുള്ളൂ. പല ജീവിതങ്ങളും തരം താന്നതാണ്, നിലവാരമില്ലാത്തതാണ് എന്ന അവസ്ഥയിൽ എങ്ങനെയാണ് എത്തുക? കുറെ കൂടി സൂക്ഷ്മതയും ജാഗ്രതയും ഒക്കെ പുലർത്തല്ലേ? ഒരു യേശു ബോധത്തില് നമുക്ക് ഈ പുതുവർഷത്തിന്റെ ഓരോ ദിനങ്ങളെയും ഭംഗിയുള്ളതാക്കാം. ഓരോ ദിനങ്ങളെയും പാകപ്പെടുത്താം, ആഴപ്പെടുത്താം. ആമേൻ. ഹൃദ്യമായ
പുതുവത്സര ആശംസകൾ ഏറെ പ്രാർത്ഥനയോടുകൂടി സർവർക്കും നേരുന്നു. ആമേൻ.